ഓക്കെ അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ നിങ്ങൾ വഴക്കാണെന്ന് വിചാരിക്കും. നിങ്ങൾ കൂടെ പുറപ്പുകൾ വീതം വെച്ചതിന്റെ പേരിൽ വഴക്കാണെന്ന് വിചാരിക്കും. എടവപ്പള്ളി പെരുന്നാൾ നടക്കുമ്പോൾ അനിയനെ നാട്ടുകാരെല്ലാവരും കൂടി അല്ലെ എന്റെ ഒരു അശേഷം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പുള്ളിയെ തല്ലുന്നും വിചാരിക്കും. കാര്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കേസ് കൊടുത്തിട്ടില്ല, പക്ഷെ പുള്ളിയെ തന്നെ അങ്ങോട്ടിരിക്കും ഇല്ല. എന്നാ കാരണം? എന്നാ കാരണം? രക്തബന്ധം. രക്തബന്ധം ഇന്ന് കാണുന്ന ക്നാനായ സമുദായത്തിന്റെ കൂട്ടായ്മയുടെ പിന്നിലെ ബലം എവിടെയെങ്കിലും ഒക്കെ ഉള്ളിൽ തെളിച്ച ബന്ധം ഭൗതികമായിട്ടില്ലെങ്കിൽ പോലും നമ്മളൊക്കെ ക്നാനായക്കാർ എന്ന് വിശ്വസിക്കുന്ന ഒരു ചോര ബന്ധമുണ്ട്. അതെവിടെ പോയാലും അത് കണ്ടെത്തി വരുന്നതിന് പിന്നിൽ ഈ ഒടപ്പറപ്പ് ബന്ധത്തിന് കാരണമായ രക്തം വിശ്വാസത്തിന്റെ രക്തം. അതാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം അദ്ദേഹം ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതാ. കാരണം എന്നാ അകച്ചുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ബന്ധവും സ്വന്തം ചോരയ്ക്കകത്താണെങ്കിൽ വന്നിക്കാൻ പറ്റുമോ, മാറ്റി വെക്കാൻ പറ്റുമോ? നീ കാണുന്ന കൂട്ടായ്മയ്ക്ക് വേറെ കാരണമൊന്നും ആരും അന്വേഷിക്കണ്ട. വെള്ളമൊന്നും അല്ല നമ്മളെ ഒഴിപ്പിച്ചു നിർത്തുന്നത്. ചോര 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 രക്തം. അപ്പോ എന്താ അതിന്റെ പിന്നിൽ ചെയ്ത വികാരം? ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് സയൻസാണ്. രക്തം രക്തത്തെ തിരിച്ചറിയുക എന്നൊക്കെ ചുമ്മാ അവിടെ പറഞ്ഞാൽ അടിച്ച് അത് രക്തം കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രമല്ല. അപ്പോ ഈ ചോര ബന്ധത്തിന്റെ പിന്നിൽ മാനുഷികമായ ഒരു ബന്ധത്തിന്റെ വികാരമുണ്ട്. അത് നമ്മൾ എവിടെ പോയാലും അത് കാണിക്കുന്നതിന്റെ പിന്നിലെ കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിനും ഒരാത്മീയ ആത്മാവുണ്ട്, ഒരാത്മീയതയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ വെള്ളം ചേർക്കാത്ത വ്യഭിചരിക്കപ്പെടാത്ത വിശ്വാസത്തിന്റെ രക്തശുദ്ധി എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ചേർന്നതും അതന്നെയാണ്. അതന്നാണ്. അത് വേറെ ആരും അസുഖപ്പെട്ട് കാര്യമില്ല. അത് ബുദ്ധിപൂർവ്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൈബിളിന്റെ ചിന്തയാണ്. അപ്പോൾ അത് യഹൂദൻ എപ്രകാരമുണ്ടോ അത് അതിനേക്കാൾ ഒരു പടിയൂടെ കടന്നു. കാരണം ഇന്ന് പുതിയ ഇസ്രായേൽ എന്ന നിലയിൽ ക്രിസ്തുവിൽ സ്ഥാപിതമായ രക്ഷയുടെ പുതിയ മാനസാന്തരത്തിന്റെ ദൈവരാജ്യത്തിന്റെ ചോര തോന്നുന്ന പുതിയ ഇസ്രായേൽ, ചെറിയ അജഗണമെന്ന് അവൻ വിളിക്കുന്ന യഹൂദ ക്നാനായക്കാർ തോന്നിക്കും. അഭിമാനത്തോടെ അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ ദൈവവുമായി ബന്ധമില്ലാത്തതായി ഒന്നുമില്ല എന്നതിന്റെ തെളിവുകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണം. ആദ്യം വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു പരിപാടി നമുക്ക് ഇല്ല, അതുമായി ബന്ധമില്ലാതെ. അതുകൊണ്ടാണ് മറ്റേതെങ്കിലും മാർപ്പാപ്പ ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം കത്തോലിക്ക വിശ്വാസത്തിന്റെ കാതൽ എന്നതാ കുർബാന ആണല്ലോ. അതില്ലാത്ത ജീവിതമില്ലെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ. കല്ലിട്ട് പോയില്ലേ? എവിടെ പോയാലും ഈ കല്ലിടുന്ന പരിപാടി സമൂഹം കൂട്ടായ്മ ഉണ്ടാക്കി കുർബാന ഇല്ലാത്ത പരിപാടിയില്ല. നിങ്ങളൊന്ന് ഓർക്കണം, ആദ്യത്തെ പൂർവികരുടെ മിഷൻ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് കാലാന്തരത്തിൽ ദാരിദ്ര്യത്തെ അതിജീവിക്കാനുള്ള മോഹവും വാഞ്ചനയും കൊണ്ട് നമ്മുടെയൊക്കെ തലപ്പത്തിരുന്ന ചൂളപ്പറമ്പി പിതാവ് നേതൃത്വം കൊടുത്ത് നാട്ടിൽ തിരുവിതാംകൂറിലുണ്ടായിരുന്ന 72 വീട്ടുകാരെ തെരഞ്ഞെടുത്തിട്ട് അന്ന് ട്രെയിൻ കയറി ഒരു യാത്ര നടത്തി അണ്ണൂരി എന്ന് നടന്നുപോയി മടമ്പം പുഴ നീന്തി കിടന്ന് അക്കരെ കയറിയിട്ട് അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാവോ? അതാണ് പഠിക്കേണ്ടത് കേട്ടോ, അതാണ് പഠിക്കേണ്ടത്. അതിന് മറ്റേത് രൂപക്കാരൻ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഈ കുടിയേറ്റം മറ്റെല്ലാവരും നടത്തിയപ്പം അവരെല്ലാവരും പോയി വെട്ടിപ്പിടിച്ച് വീടുണ്ടാക്കി കുടിയുണ്ടാക്കി സ്വത്തുമൊക്കെ ഉണ്ടാക്കി നടന്നപ്പോൾ മറ്റു പിതാക്കന്മാർ പ്രത്യേകിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ വെള്ളോപ്പള്ളി പിതാവിന്റെ നേതൃത്വത്തിൽ അച്ഛന്മാർ അച്ഛന്മാരും എല്ലാവരും കൂടെ പുറകെ നടന്ന് പിടിച്ചോണ്ട് വന്ന് തല്ലിക്കൂട്ടി കൂട്ടായ്മയാക്കി. വെള്ളപ്പറമ്പി പിതാവിന്റെ നേതൃത്വത്തിൽ പുഴ നീന്തിക്കിടന്ന് അക്കരെ എത്താൻ നാനായക്കാരൻ ആദ്യം ചെയ്ത് പോയി ഒന്നാം കൂടി അല്ല ഉണ്ടാക്കിയത്. ഇന്ന് കാണുന്ന വിസിറ്റേഷൻ മുളകിരിക്കുന്നിടത്ത് പണപ്പത്ത് അവൻ ആദ്യം അമ്പോ ഏതാണ്ട് വരെ കാട്ടുവരൊക്കെ വെട്ടിക്കൂട്ടി ഒരു കുഞ്ഞു പന്തലുണ്ടാക്കിയിട്ട് ആദ്യം കുർബാന ചെല്ലിട്ട തിരിച്ചുവിടും. കുർബാനയിൽ അത് അസൂയപ്പെട്ട് കാര്യമൊന്നുമില്ല. അതായി ഇന്നും ഒറ്റ കെട്ടായിട്ട് അവൻ നിൽക്കുന്നത്. ക്രിസ്തുവിൽ സ്ഥാപിതമായ പുതിയ രക്തത്തിന്റെയും പുതിയ ശരീരത്തിന്റെയും കഥ. അന്ന് പേടകം കൊണ്ട് നടന്ന പോലെ ഇന്നും വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന പുതിയ യുഗം. മലബാറിൽ ആദ്യം സീറോ മലബാർ കുർബാന ചെല്ലാൻ
സഭയുടെ ഔദ്യോഗികമായ അംഗീകാരത്തിനായി മംഗലാപുരം രൂപതയുടെ കീഴിൽ കിടന്ന ഈ വടക്കൻ തിരുവിതാംകൂറിൽ ആദ്യം മംഗലാപുരം പിതാവിനെ എഴുതി മേടിച്ച കത്തെ മലയാളം കുർബാനയല്ല, അധികാരം അവകാശം മേടിച്ച് കാനക്കാണ്. പിന്നെ ബാക്കി എല്ലാവർക്കും അതിലൂടെയാണ് ബാക്കി എല്ലാവരും. കുർബാനയില്ലാത്തൊരു പരിപാടി നമുക്കില്ല. അതുകൊണ്ട് ഇനി പഠിച്ചു. നമ്മൾക്ക് നാനായക്കാരെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയാറുണ്ട് തീൻകുടിയുടെ ആൾക്കാരാണ്. സത്യം, നമ്മൾ തിന്നെ കുടിക്കില്ല, എവിടെ പോയാലും തിന്നെ കുടിക്കില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കും, എന്താ ഈ തേനും കുടിക്കുക? ഈ തേനും കുടിക്കുക സഹോദരി ആരെങ്കിലും ഇത് പണ്ടേ പോകാൻ സഹോദരി ഇല്ലേലും സാറിന് സഹോദരി ഇല്ലേലും നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നില്ലേ? എന്തേക്ക് നാനായിക്കാരൻ വെച്ച് വളർന്നു. ഇന്ന് രാവിലെ ശനിയും നിമ്മി ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോകും. ഞങ്ങൾ പോരുന്ന ഒരു മീറ്റിങ്ങിനാണ്. അത് നാനായ മീറ്റിംഗ് ആണെന്ന് അറിയാവായിട്ടും കപ്പ ഒഴുകിയത് മീനും പൊതിഞ്ഞു തന്നിട്ട് എന്തെന്ന് എനിക്കറിയില്ല. ഞാൻ ഇടപെട്ട് നല്ല പോലെ എന്നാ പൊതിഞ്ഞു തന്നിട്ട് അത് ഒരു വഴി ഞങ്ങൾ കളയാന്ന് കണക്കൂട്ടി കൊണ്ടുവന്നാണ്. എന്നാലും അവരുടെ മനസ്സ്. പക്ഷെ ഞാൻ ആ മനസ്സ് എന്തിനാണ് അതിനവരെ പ്രേരിപ്പിച്ചത് എന്നതാണ്. നമ്മുടെ വള്ളമാര് ആരതിഥികളായിട്ട് വന്നാൽ ഈ വെച്ചു വിളമ്പി കാലാക്കി കൊടുക്കാൻ ഒരു പ്രവണതയുണ്ട്. വ്യഭിചരിക്കപ്പെടാത്ത വിശ്വാസങ്ങൾ പറഞ്ഞില്ലേ, പുറജാതിക്കാരിയായ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോ നമ്മുടെയൊക്കെ അടിസ്ഥാനം പോകാനൊരു കാരണമുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു തള്ളയും ഒരു പെണ്ണും വീട്ടിലൊരു അതിഥി വരുമ്പോ ചായ എടുക്കട്ടെ, കാപ്പി എടുക്കട്ടെ ചോദിക്കോ? നിങ്ങൾ എന്നാ ചോദിക്കുന്നത്? കാപ്പി വേണോ എടുക്കട്ടെ എന്ന് വരികയില്ല. എന്നാ കാരണം? ആ സംസ്കാരത്തിനകത്ത് വെള്ളം ചേർത്ത പ്രശ്നമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞത് ഭൗതികമായി തീരുകൂടിയല്ല, ഒരു തെക്കുംഭാഗത്തിൽ പെണ്ണിന്റെ ചോരയ്ക്കകത്തുണ്ട്. അത് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ കർമ്മമാണ് ഞാൻ കാണിച്ചത്. നമ്മൾ പണ്ടേ ചെയ്തു പോയല്ലേ. അതുകൊണ്ട് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ അകത്തേക്ക് വരുമ്പോഴും മറക്കരുത് ഈ ചിന്ത. അപ്പൊ ആദ്യം കുർബാനയെ ചുറ്റിപ്പറ്റിയ ജീവിതം. നമുക്ക് വരാം പഴയ നിയമത്തിലേക്കാണ്. സാക്ഷാൽ അബ്രാഹം, നമ്മുടെ വലിയാറുന്നവര്, പുള്ളിക്കാരനും പുള്ളിയുടെ ബന്ധുന്നവരും ഉച്ചയ്ക്ക് ഊണും ഒക്കെ കഴിഞ്ഞ് മാതൃഭൂമി ഒക്കെ വായിച്ചുകൊണ്ട് വരാതെ കിടന്നുറങ്ങുക. പുള്ളിക്കാരത്തി അലക്കി തേച്ച് കുളിക്കാനായിട്ട് മാറുന്ന സമയത്താണ് റോട്ടിൽ കൂടെ 3 ചെറുപ്പക്കാർ പോകുന്നത്. അബ്രാഹം അവിടുന്ന് എഴുന്നേറ്റ് ഈ റോട്ടിൽ കൂടെ പോകുന്ന 3 ചെറുപ്പക്കാരെ ബലമായിട്ട് വലിച്ച് പിടികൊണ്ടുണ്ട്. വിളിക്കാൻ പോയ സാധാരണ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, എടി നീ ഒരു കുഞ്ഞു മുട്ടനാടിനെ തല്ലിക്കൊണ്ടു കുബൂസും കബാബും ഒക്കെ വെച്ച് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. വെറുതെ പോയ ചെറുപ്പക്കാരെ ബലമായിട്ട് വിളിച്ചോണ്ട് വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞ് വിട്ടു. അവരുടെ അനുഗ്രഹവും കൊടുത്തു. പഴയ നിയമത്തിലെ യഹൂദ സെമിറ്റിക് പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. എന്താ സംഭവിച്ചതെന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ആരായിരുന്നു ഈ വന്ന 3 ചെറുപ്പക്കാർ? ആരായിരുന്നു ഈ 3 ചെറുപ്പക്കാർ? പിന്നീട് ആരായിരുന്നു? മാലാഖമാരായി. ഈ 3 പേരും മാലാഖമാരായി. അവര് ശ്രദ്ധിക്കണേ, യഹൂദ സെമിറ്റിക് പാരമ്പര്യത്തിൽ അതിഥി സൽക്കാരത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം മാലാഖമാരെ ശുശ്രൂഷിക്കുന്നതാണ്. മാലാഖമാരായിട്ട് വേണം അതിഥികളെ കാണണം എന്ന് ഇന്നും അറബി നാടുകളിൽ അത് നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ഹൈന്ദവ ആചാരങ്ങളിൽ അതിഥി ദേവോഭവ, ദേവനായിട്ട് ഭവിക്കേണ്ടതുണ്ട്. ആര്? അതിഥിയായിട്ട്. അതിഥികളെ എന്നും സൽക്കരിക്കുന്നു. പക്ഷേ ഒരു ക്നാനായിക്കാരൻ അത് ചെയ്യുന്നതിന്റെ അർത്ഥം അതിഥി സൽക്കാരമല്ല. അതിഥി സൽക്കാരമല്ല, മാലാഖയല്ല, ദേവനല്ല. ആരാന്ന് കേട്ടു? നമ്മൾ വെച്ചു കാലാക്കി വിളമ്പി കൊടുക്കുമ്പോൾ, തിന്നാൻ കൊടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കും, നമ്മളാ ചെയ്യുന്നതും വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതമാണെന്നുള്ളതിന്റെ തെളിവ്. നമുക്ക് ബൈബിളിലേക്ക് വരാം. അതിബുദ്ധിമാനായ യോഹന്നാൻ മിശിഹാ തമ്പുരാന്റെ ഉത്ഥാനത്തിന്റെ കഥ നിരത്തിയപ്പോൾ യുക്തിക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ 2 പ്രധാന തെളിവ്, 3 ഉണ്ടെന്നായി 2 പ്രധാന തെളിവുകൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഒന്നാമത്തെ തെളിവ്, യേശുവിന്റെ പീഡാനുഭവ മരണവും ഉത്ഥാനവും കഴിഞ്ഞ്
നാട്ടിൽ വലിയ ചർച്ച നടക്കുമ്പോഴാ ജെറുസലേം 2 ശിഷ്യന്മാര് എമ്മാവൂസിലേക്ക് നടന്നു പോകുമായിരുന്നു. മുമ്മാലയായപ്പോ അവരുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ മുട്ടിച്ചു കയറി. എന്നിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു മിണ്ടി പറഞ്ഞങ്ങ് പോയപ്പം അവരവരുടെ വീടിനോട് അടുക്കാറായി. രാത്രി ഒരുപാടാകുന്നു. ഈ വീടിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായി അവർ പോവാന്ന് പറയും. പുള്ളിക്കാരൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുള്ളതുപോലെ അഭിനയിച്ചു കാണിച്ചു എന്നാ ബൈബിളിൽ. ഉടനെ ഈ 2 ചെറുപ്പക്കാരും ശിശുമാരൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒത്തിരി യാത്രയുണ്ട്, ഈ രാത്രി ഞങ്ങളോടെ കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ അമ്മമാരൊക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞപ്പം ഈ ചെറുപ്പക്കാരൻ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിഥിയായി വന്ന ചെറുപ്പക്കാരന്റെ കൂടെ തിന്നാനായിട്ട് തുടങ്ങിയപ്പം അവിടെ ഇരുന്ന് അപ്പം എടുത്ത് മുറിച്ച് തിന്നാൻ തുടങ്ങിയപ്പം എന്നാ സംഭവിച്ചേ? കൂടെ ഇരുന്നത് ക്രിസ്തുവാണെന്ന് മനസ്സിലായത്. അവൻ സംസാരിച്ചപ്പോൾ ഹൃദയമൊക്കെ ജ്വലിച്ചു. പക്ഷേ കൂടെ ഇരുന്നത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായത് തിന്നാനിരുന്നപ്പോഴാണ്. അല്ലേ? കത്തോലിക്കൻ ആചരിക്കുന്ന കുർബാനയാണ്. അറിയുന്നത് ഉത്ഥാനം ചെയ്തവനെ ഭക്ഷിക്കുന്നതാണ്. ഉത്ഥാനം ചെയ്തവനെ അനുഭവിക്കുന്നു, തിന്നും കുടിക്കുകയും ചെയ്യുകയാണ് കുർബാനയിൽ. അതാരുടെ? ഉത്ഥാനം ചെയ്തവന്റെ. അപ്പോ ഇനി നിങ്ങൾ ഇതിനെ ശരിക്കും ശ്രദ്ധിച്ചോടെ. ഉത്ഥാനം ചെയ്ത മിശിഹായാണെന്ന് അവർ അനുഭവിച്ചറിഞ്ഞത് തിന്നാനിരുന്നപ്പോഴാണെങ്കിൽ തെക്കുംഭാഗം വെട്ടിക്കുളമ്പി കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി നശിക്കാതിരിക്കും. ഉത്ഥാനം ചെയ്ത മിശിഹായെ അനുഭവിക്കുന്ന സ്ഥലമാണ് തീൻകുടി മേശ. ഉത്ഥാനത്തിൽ 101% വിശ്വസിക്കുന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏക വർഗം തെക്കുംഭാഗം